الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ പേരിൽ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിട്ട് അല്പസ്വല്പം പറയാനും അറിയാനും അതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ സമയം ചിലവഴിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഇതൊക്കെ നമ്മളിൽ നിന്നും നല്ല നിലയിൽ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. ദീനിനെ അറിയാനും ദീനിനെ ഉൾക്കൊള്ളാനും ദീനിൻ്റെ മാർഗത്തിൽ തന്നെ നിലകൊള്ളുവാനും നമ്മുടെ മുൻഗാമികൾ ജീവിച്ച മാർഗത്തിൽ ഉറച്ചു നിന്ന് അവരോടൊപ്പം ചേരുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നുണ്ടോ? സൗണ്ട് ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുന്നില്ല? ഉണ്ടോ? അടുപ്പിച്ച് വെച്ചു ഇങ്ങനെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവറുകൾ പറയുന്ന ഒരു സംഭവത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും ഒന്നിച്ചിരിക്കുമ്പോൾ തങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിൽ, ഒരു സ്നേഹത്തിൻ്റെയും മുഹബ്ബത്തിൻ്റെയും തുറന്നു പറച്ചിലിൻ്റെയും ഒരു പ്രത്യേക അവസ്ഥയിലെത്തി. ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും, ചില സമയങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഭാര്യാഭർത്താക്കന്മാരാണ്, മറുഭാഗത്ത് ഗുരുവും ശിഷ്യത്വമാണ്. സ്വകാര്യ നിമിഷങ്ങളിൽ പരസ്പരം സമയം പങ്കുവച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക ഹാലിലായി സന്തോഷത്തോടു കൂടി എന്നോട് ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ, എല്ലാം ഞാൻ തന്നെ പറയണമെന്ന്, കുറച്ച് നിങ്ങൾ പറയണ്ടേ?
നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഭാര്യയോടുള്ള ഭർത്താവിൻ്റെ ചോദ്യമാണ്. പാതിരാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വകാര്യ നിമിഷത്തിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇവിടെ സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തെ മുതലാക്കാം. നമ്മുടെ അനുഭവ ഭാഷയിൽ പറഞ്ഞാൽ ഈ അവസരത്തെ ചൂഷണം ചെയ്യാം. ഇപ്പം എന്ത് ചോദിച്ചാലും കിട്ടും, നല്ല മൂഡിലാണ്. അതുകൊണ്ട് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടൊന്നും സാധിച്ചു തരാത്ത ചില വിഷയങ്ങളുണ്ട്, അത് ചോദിച്ചേക്കാം എന്ന് വിചാരിക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവറുകൾ പെണ്ണാണ്, കുടുംബിനിയാണ്, ഭാര്യയാണ്, പ്രായക്കുറവാണ്, നല്ല വിവരവും വിദ്യാഭ്യാസമുണ്ട്. അന്നത്തെ കാലത്ത് നല്ല വിവരവും വിദ്യാഭ്യാസമുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോന്നും പറയുമ്പോൾ എന്തിനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോണം. പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവറുകൾ ആ അവസരത്തെ എന്തെങ്കിലും തൻ്റെ വ്യക്തിപരമായ ചെറിയ താല്പര്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം, ഭൗതികമായ എന്തെങ്കിലും ആവശ്യത്തെ പറഞ്ഞ് ഭർത്താവിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ നല്ല മനസ്സ് വിശാലമായി വീണ്ടും തുറന്നു. അവർ വളരെ താഴ്മയോടുകൂടി ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു വലിയ അവസരമാണല്ലോ, ഇതൊരു വല്ലാത്ത ചാൻസ് ആണല്ലോ, എനിക്ക് ഒരു സാവകാശം തരുമോ, ഒരു സാവകാശം തരുമോ? എന്താ സാവകാശം? പെട്ടെന്ന് ഞാൻ എടുത്തു ചാടി ചോദിച്ചിട്ട് കുറഞ്ഞു പോകാതിരിക്കാൻ, ചെറുതായി പോകാതിരിക്കാൻ. എന്താ വേണ്ടത് നിനക്ക് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാൻ എൻ്റെ വാപ്പയോടൊന്ന് ആലോചിച്ചിട്ട് വരട്ടെ, ഞാൻ എൻ്റെ ഉപ്പാനോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, ഉപ്പാനോട് ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ. 10 സെൻറ്റ് സ്ഥലം വാങ്ങണം, അതിലൊരു പുതിയ വീട് കെട്ടണം, അല്ല ഇപ്പം റെഡി ടു എക്യൂപ്പ് എന്നൊക്കെ പറയുന്ന പുതിയ ഒരു ഫ്ലാറ്റ് വാങ്ങിപ്പിക്കണം, അല്ല തങ്ങളുടെ പേരിൽ ഇവിടെയൊക്കെ കുറേ തോട്ടങ്ങളുണ്ടെന്ന് കേട്ടല്ലോ, അതിൽ നേരെങ്കിലും ഒരു തോട്ടം എഴുതിത്തരണോ, അതേതാ നല്ലത്? അത് ഞാൻ ഉപ്പാനോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ചോദിച്ചോളൂ, വാപ്പയോട് ചോദിച്ചിട്ട് വാ. വാപ്പ വേറെ ആരുമല്ലല്ലോ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത സഹാബിയാണ്, അടുത്ത സ്നേഹിതനാണ്, അടുത്ത സുഹൃത്താണ്. ഇദ് ഹുമാ ഫിൽ ഗാർ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സൗഹൃദമാണ്, സാധാരണ സൗഹൃദമൊന്നുമല്ല. ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് ഖാല ലിസാഹിബിഹി ഇദ് ഹുമാ ഫിൽ ഗാർ. അള്ളാഹു കൂട്ടുകാരനെന്ന് വിശേഷിപ്പിച്ച മഹാനായ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൻ്റെ എല്ലാ ദുർഘട പാതയിലും ഒപ്പം സഞ്ചരിച്ച ആത്മാവാണ്. ചങ്ങായി എന്ന് പറഞ്ഞാൽ നമുക്ക് റമദാനിൻ്റെ ഈ തഅലീമിൻ്റെ സദസ്സിൽ പ്രിയപ്പെട്ടവരെ ഒരാഴ്ചയെങ്കിലും ദീർഘമായി പ്രസംഗിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചങ്ങാത്തം എന്ന് പറയുന്നത്, സാഹിബ് എന്ന് പറയുന്നത്. ഖുർആനും ഹദീസും അത്രയേറെ പ്രാധാന്യത്തോടുകൂടി നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെക്കുറിച്ച് ഇപ്പോഴും ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചങ്ങാത്തങ്ങൾ മോശമാകുന്നത്, ബന്ധങ്ങൾ മോശമാകുന്നത്. അത് നമ്മൾ പൊതുവേ പറയാറുള്ളത്, പ്രണയിച്ച് വഴിതെറ്റി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ആൺകുട്ടികളെക്കുറിച്ചിട്ടും പെൺകുട്ടികളെക്കുറിച്ചിട്ടും ഒക്കെ കുറ്റപ്പെടുത്തി മാത്രമാണ് പറയാറുള്ളത്. അതുമാത്രമല്ല, നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്ന ചങ്ങാത്തം, സൗഹൃദം, ഇതിനുമുണ്ട് ഇസ്ലാമിക മാനങ്ങൾ. അതൊന്നും നമ്മൾ പാലിക്കാറില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരു പരിധി വരെയും മാഷ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തു എന്നാണ്. മാഷ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്നു പാത്തു. മാഷുമാരായി കുടുംബം ഭരിക്കുന്ന, ടീച്ചർമാരായി അഭിനയിക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ അവരുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ സൗഹൃദത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിക മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല. പിന്നെ ആരുടെയോ ഭാഗ്യം കൊണ്ടോ ഭാഗ്യദോഷം കൊണ്ടോ വീട് വിട്ടിറങ്ങിപ്പോകാനും മാത്രം, വൃത്തികേടുകൾക്ക് വഴി തുറക്കാനും മാത്രം മോശപ്പെട്ട സാഹചര്യമായിരുന്നില്ല നമ്മുടെ തലമുറയിൽ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് പള്ളിയുടെ ഉള്ളിലും അറയിൻ്റെ ഉള്ളിലും വീട്ടിൻ്റെ ഉള്ളിലും ഒക്കെ ഇങ്ങനെ കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്നേ ചാടി വേടി പോകുമായിരുന്നു, വേലി ചാടുമായിരുന്നു എന്നാണ്.
ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഏകദേശം ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അതിർവരമ്പുകളൊക്കെ അങ്ങ് എടുത്തു മാറ്റപ്പെടുകയും വേലി ചാടുക എന്ന് പറയുന്നത് വെറും വാക്കായി മാത്രം അവശേഷിക്കുകയും അങ്ങനൊരു വേലി പോലും അവർക്കില്ലാതാവുകയും ചെയ്തപ്പോൾ ഒളിച്ചോട്ടവും പ്രണയബന്ധത്തിൻ്റെ പേരിൽ സ്വന്തം തന്തയും തള്ളയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ആട്ടിപ്പായിച്ചിട്ട് ആരാൻ്റെ ഒപ്പരം ഇറങ്ങിപ്പോക്കൊക്കെ എളുപ്പമായതാണ്. അതിന് നമ്മൾ നല്ലവരായതുകൊണ്ട് അവർ മോശക്കാരായതുകൊണ്ടൊന്നുമല്ല. നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കുറവായിരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു പോയതാണ്. ഒരു പരിധി വരെയും നമ്മളുടെ ചങ്ങാത്തത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളുടെ സൗഹൃദ വലയത്തെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതാരാണ് ചങ്ങാതി എന്ന് നമ്മൾ നോക്കാറുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഇസ്ലാമിക കൺസെപ്റ്റ് ഉണ്ടോ എന്നാണ് നമ്മളിൽ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? ഇസ്ലാമിൽ ഉണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ സഹാബാക്കൾ ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ചങ്ങാതിയാക്കാൻ പറ്റുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ആരോടാണ് സൗഹൃദം കൂടാൻ കഴിയുക? ആരെയാണ് ഞങ്ങൾ കൂട്ടുകാരാക്കേണ്ടത്? ആരോടൊപ്പമാണ് ഞങ്ങൾ ഇരിക്കേണ്ടത്? അത് ബീച്ചിൽ പോകുന്ന സമയത്തായാലും, വൈകുന്നേരം വെറുതെ ജ്യൂസും ഷവർമയും കഴിക്കാൻ പോകുന്ന സമയത്തായാലും, ഒന്നുമല്ലാതെ ഇങ്ങനെ പൊതുനിരത്തിലൂടെ കറങ്ങി നടന്ന് തെണ്ടിത്തിരിയുന്നതിൻ്റെ വിഷയത്തിലായാലും, അതല്ല പള്ളി പോകുന്നതിൽ, താലീമിലിരിക്കുന്നതിൽ, ദീനിയായ കർമ്മങ്ങളിൽ, എന്തായിരുന്നാലും ഞങ്ങൾ ആരെയാണ് നബിയെ സുഹൃത്താക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഒരു ഗുരുവന്ദ്യരുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്കിടയിലുള്ള ഇടപെടൽ അത്രത്തോളം ആഴമേറിയതാണ്. അല്ലാതെ കടിഞ്ഞാണില്ലാതെ ചട്ടക്കൂടില്ലാതെ ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെയും ഒരു ക്ലാസ് മുറിയിലായിരുന്നില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് എന്ന് പറയുന്ന ഉന്നത വിഭാഗത്തെ വാർത്ത് വളർത്തിയെടുത്തത്. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ ആരോടൊപ്പമാണ് ഇരിക്കേണ്ടത്? ഞങ്ങൾ ചങ്ങാതിയാക്കാൻ പറ്റുന്നവരാരാണുള്ളത്? ഞങ്ങളുടെ കൂട്ടുകാരായി ഞങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, നമ്മുടെ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില വാക്കുകൾ, വചനങ്ങൾ, ഹദീസുകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുമ്പം അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ആകർഷണീയത, ആ തത്വങ്ങളിലെ ആഴവും പരപ്പും ഒക്കെ ഓർക്കുമ്പോൾ നമുക്കറിയാതെ കോരിത്തെരിപ്പുണ്ടാകും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വിഷയവും എത്ര ഗഹനമായി, എത്ര രസകരമായി, മഹനീയമായി, മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് വിധേയനായിട്ടില്ല, ഒരു ഡിഗ്രി കരസ്ഥമാക്കിയിട്ടില്ല, പഠനം നടത്തിയിട്ടില്ല, വായിച്ചിട്ടുമില്ല. മാ കുന്ത തത്ലൂ മിൻ ഖബൽ. ഖുർആൻ പറയുകയാണ്, മാ കുന്ത തത്ലൂ മിൻ ഖബൽ, ഇതിനു മുമ്പ് ഒരു ബുക്ക് പോലും താങ്കൾ വായിച്ചിട്ടില്ലല്ലോ. അള്ളാഹു പറയുക, ഒരു ബുക്ക് വായിക്കാൻ പോലും അവസരം. എന്താ വായിക്കാൻ അവസരം ഇല്ലാത്തത്? എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, വലാ തഖുത്തുഹു ബിയമീനിക്, ഈ കൈകൊണ്ട് ഒരക്ഷരം പോലും എഴുതിയിട്ടുമില്ലല്ലോ. ഒരക്ഷരം എഴുതിയിട്ടില്ലാത്ത, അക്ഷരങ്ങളെ ചേർത്ത് വായിക്കാൻ അറിയാത്ത, അങ്ങനെ വായിച്ചിട്ട് പോലുമില്ലാത്ത നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചത് എത്ര പ്രസക്തമാണ്, എത്ര കാലികമാണ്, എത്ര ഗഹനമാണ്, എത്ര മനോഹരമാണ്. എന്തുകൊണ്ട്? വമാ യൻതിഖു അനിൽ ഹവാ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ. അവിടത്തേക്ക് പഠിപ്പിച്ചതാരാ? അവിടത്തേക്ക് പഠിപ്പിച്ചത്. ഒരു ദിവസം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സഹോദരൻ, സഹാബി, സ്നേഹിതൻ, സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സൗഹൃദ സംഭാഷണത്തിലാണ്. രണ്ടുപേരും സ്വകാര്യ സംഭാഷണത്തിലാണ്. ഭാര്യയും ഭർത്താവും ഇരിക്കുന്നത് പോലെ അതിനേക്കാളും ചിലപ്പോൾ അടുപ്പമായിരിക്കുമല്ലോ ആത്മബന്ധുക്കൾ, ആത്മസുഹൃത്തുക്കൾ തമ്മിലുള്ള അടുപ്പം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഒന്നിച്ച് ഒറ്റയ്ക്കിരുന്ന് സ്വകാര്യമായി സംസാരിക്കുന്നതിനിടയിൽ അള്ളാഹിൻ്റെ റസൂലിനോട് സിദ്ദീഖുൽ അക്ബർ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും അങ്ങും ഒന്നിച്ചല്ലേ കുറേ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. മക്കത്ത് ചെറിയ പ്രായം മുതൽ ഒന്നിച്ച് പണ്ടേ നമ്മൾ കാണുന്നതല്ലേ. ഒന്നിച്ച് നമ്മൾ ജീവിക്കുന്നതിനിടയിൽ അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു കിതാബ് വായിച്ചിട്ടില്ല, ഒരു ലൈബ്രറിയിലും അല്പസമയം പോയിരുന്നിട്ടില്ല, വെറുതെ പാർട്ടി പ്രവർത്തകനാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വായനശാലയിൽ വൈകുന്നേരം പോയി ഇങ്ങനെ കാലിമക്കാലും കയറ്റി പേപ്പർ എടുത്തുകൊണ്ടിരിക്കാൻ പോലുമുള്ള അവസരം അങ്ങേക്ക് ഉണ്ടായിട്ടില്ലല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അംഗനവാടി പോയിട്ടില്ല, പ്രീ സ്കൂളിൽ പഠിച്ചിട്ടില്ല, മറ്റേതെങ്കിലും സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും പഠിച്ചു. ഈ വാക്കുകളൊക്കെ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചോ നിങ്ങൾ ചിന്തിച്ചേക്കരുത്. നിങ്ങൾക്ക് ചിന്തിക്കാനൊന്നും സമയമില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ തൂങ്ങി ഉറക്കത്തില്ല. എന്ത് പറഞ്ഞാൽ എന്താ, സമയമാകുമ്പോൾ വാഹൃദവാനോ പറഞ്ഞ് എഴുന്നേപ്പിച്ച് വിട്ടാൽ മതി. ഇതൊന്നുമില്ല. പിന്നെ അങ്ങ് ഇത്രയേറെ അദബ് എവിടുന്ന് സിദ്ധിച്ചു? അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുക, സുഹൃത്തിൻ്റെ ചോദ്യം, സഹോദരൻ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു നബി? ഇതെല്ലാം എവിടുന്ന് കിട്ടി നബിയെ? ഈ അദബ് അങ്ങേക്ക് എവിടുന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്, അദ്ദബനി റബ്ബി ഫഖദ് അഹ്സന തഅദീബി. അദ്ദബനി റബ്ബി ഫഖദ് അഹ്സന തഅദീബി. എൻ്റെ റബ്ബ് എന്നെ അദബ് പഠിപ്പിച്ചു. ഫഖദ് അഹ്സന തഅദീബി. ഭൂമിയിൽ ഏതൊരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതിനേക്കാളും, ഏതൊരു പാരൻസ് അവരുടെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും, ഒരു രക്ഷിതാവ് തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും സുന്ദരമായ, മഹനീയമായ, മഹത്തരമായ, മനോഹരമായ അദബ് എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ 1500 വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ ആശയം പ്രസക്തമായ നിലയിൽ നമ്മുടെ തലച്ചോറുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, പ്രിയപ്പെട്ടവരെ, മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അതൊന്നും അവിടുത്തെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പുലമ്പുകയോ പറയുകയോ ചെയ്യുന്നതല്ല. പിന്നെയോ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിങ്കിൽ നിന്നും നൽകപ്പെടുന്ന ദൈവികമായ ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നതാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ച്, ഞങ്ങൾക്ക് കൂടെ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ ആരാ നബിയെ? ആരോടൊപ്പമാണ് ഞങ്ങൾ കൂടെ ഇരിക്കേണ്ടത്? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ആരെ കാണുന്നത് കൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകുമോ? ആരുടെ വർത്താനം കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അറിവിൽ വർധനവുണ്ടാകുമോ? ആരോടൊപ്പം ഇരിക്കുന്നത് കൊണ്ട് പരലോകത്തിൻ്റെ സ്മരണ വരുമോ, ചിന്ത വരുമോ? അവരാണ് നിങ്ങൾക്ക് പറ്റിയ ചങ്ങാതിമാരെന്ന് റസൂലുള്ളാഹി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയേറെ പഠനങ്ങളും വായനകളും റിസർച്ചുകളും ഒക്കെ നടത്തിയ ഒരു വ്യക്തിക്ക് ഒറ്റയടിക്ക് ഇത്രയും സമഗ്രമായ നിലയിൽ മറുപടി പറയാൻ കഴിയുമോ? എത്ര രസകരമായ മറുപടിയാണ്. ആരുടെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാകുമോ? ആരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ദീനിയായ അറിവിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമോ, പുരോഗതി ഉണ്ടാകുമോ? ആരോടൊപ്പം ഇരിക്കുന്നതിൻ്റെ പേരിൽ പരലോകത്തെ പറ്റിയുള്ള ഓർമ്മയും സ്മരണയും നിങ്ങൾക്കുണ്ടാകുമോ? അവരാണ് നല്ല കൂട്ടുകാർ, അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ ഇടയിൽ അങ്ങനെ ഒരു സെലക്ഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. ആ കൂട്ടുകാർ ബെഡ്റൂമിലെ കൂട്ടുകാരിയെ കുറിച്ചിട്ടാണെങ്കിൽ പോലും നമ്മളൊരു കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ, കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ വിഷയത്തിലെ കഥാപാത്രമായ നമ്മുടെ പ്രിയതമ, ആ പ്രിയതമയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വർത്തമാനങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടൊരാലോചന നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നിപ്പോൾ നമുക്ക് തോന്നുകയല്ലേ? അതുപോലെ അവളിപ്പോൾ ചിന്തിക്കായിരിക്കും, പടച്ചവനെ എൻ്റെ ഉപ്പ ഇയാളെ എനിക്ക് എടുത്തു തരുമ്പം, ഈ കോന്തനയിലെ എടുത്ത് തന്നത് അയാളെ എടുത്തു തരുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എൻ്റെ കുടുംബജീവിതം എത്ര നന്നാകുമായിരുന്നു എന്ന് അവളും ചിന്തിക്കല്ലേ? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത നല്ല സാഹിബ്, നല്ല കൂട്ടുകാരൻ, അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പോവാണ് അല്ലേ? അള്ളാഹു നല്ലത് കൂടുതൽ പറയാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ഒക്കെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോടൊരിക്കൽ പറഞ്ഞു, അദ്ദേഹം മകന് കൊടുത്ത ഉപദേശം വളരെ പ്രസിദ്ധമാണല്ലോ. ഖുർആനിൽ അള്ളാഹു ഒരു സൂറത്ത് തന്നെ ആ പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മകനോടൊരിക്കൽ അങ്ങനത്തെ കുറേ ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ ബാപ്പ പറഞ്ഞു, മോനെ, നീ ഒരാളെ ഫ്രണ്ടാക്കുന്നുവെങ്കിൽ, നീ ഒരാളെ ചങ്ങാതിയാക്കുന്നുവെങ്കിൽ, നീ ഒരാളെ സുഹൃത്തായി തിരഞ്ഞെടുക്കാൻ ആലോചിച്ചാൽ നീ എന്താ ചെയ്തിട്ടുണ്ടെന്നറിയോ? അവനുമായിട്ട് ആദ്യം സൗഹൃദം പുലർത്തണം. അവനുമായി ആദ്യം സൗഹൃദം പുലർത്താന്നുള്ള പേര് ചോദിക്കണം, നാളെ ചോദിക്കണം, വീട് ചോദിക്കണം. അങ്ങനെ അവനുമായി ചെറുങ്ങനെ അടുത്തിട്ട് ആദ്യം ഒരു ടോക്കൺ കൊടുത്ത് അഡ്വാൻസ് ഉറപ്പിക്കുക. അങ്ങനെ ഒരു ചെറിയൊരു അടുപ്പം മത്തിയിട്ട് എന്നിട്ട് നീ എന്ത് ചെയ്യണം? അവനുമായി ഉള്ള പെരുമാറ്റത്തിൽ പരമാവധി അവനെ കോപിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ്, ദേഷ്യം പിടിപ്പിക്കണമെന്ന്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ?
എന്താ ശ്രദ്ധിക്കുന്നല്ലോ. ഒരാളെ സുഹൃത്തായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ എങ്ങനെ ആയിരിക്കണം, അയാളെ സമീപിക്കേണ്ടതിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്നൊരു വാപ്പ മോന് പഠിപ്പിക്കുക. ഒരു ഉമ്മയും ബാപ്പയും മോനെ താലോലിച്ച് പോറ്റി വളർത്തി, +2 പാസ്സാക്കി, ഡിഗ്രിക്ക് അയച്ചു. അതിനുശേഷം ആറ്റുനോറ്റ് നേർച്ച നേന്ന് പ്രാർത്ഥിച്ച് ഒരു സ്ഥലത്ത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഡോക്ടറായി പഠിക്കാൻ സീറ്റ് കിട്ടി. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, മൂത്ത മോനാണ്, ഞങ്ങളുള്ളതെല്ലാം വിറ്റ് പറക്കി ഇങ്ങനെ പഠിപ്പിച്ച് അവനെ ഇങ്ങനെ ഏകദേശം പൊന്തിച്ച് കൊണ്ടുവരികയാണ്. അവസാനം അഡ്മിഷൻ കിട്ടിയിട്ട് പോകുന്ന വേളയിൽ വാപ്പയും ഉമ്മയും ഒന്നിച്ചിരുന്ന് മോനെ യാത്രയാക്കുമ്പം ഈ ബുദ്ധിമാൻ എന്ന് പറയുന്ന, അല്ല ബുദ്ധിരാക്ഷസൻ എന്ന് പറയുന്ന, അങ്ങനെയാണല്ലോ കുടുംബമൊക്കെ സെറ്റാക്കി, കുടുംബമൊക്കെ നല്ല നിലയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ ഇങ്ങനെ കസേരയിൽ ഇരുന്ന അഭിമാനത്തോടു കൂടി ഞെളിയുന്ന ആ ബുദ്ധിരാക്ഷസനായ വാപ്പയും ഉമ്മയും ചേർന്നിട്ട് ഈ മോന് കൊടുത്ത ഉപദേശം, പല ഉപദേശം കൊടുത്തു, ലുഖ്മാനുൽ ഹക്കീം കൊടുത്തതുപോലെ പല ഉപദേശം കൊടുത്തിട്ട് ഒരു ഉപദേശം തരാം, മോനെ ക്യാമ്പസിൽ പറ്റുന്ന ഏതെങ്കിലും നല്ല ഇണയെ കിട്ടിയാൽ പ്രണയിച്ചോളൂ, പ്രേമിച്ചോളൂ, കൂട്ടിക്കൊണ്ടു വന്നോളൂ, പക്ഷേ നല്ല കൊമ്പ് നോക്കിയേ പിടിക്കാവൂ എന്നാണ്. റവാഹുൽ ബുഖാരിയും മുസ്ലിമുൻ എന്ന് പറയാമല്ലോ. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാതുകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ 100% സാക്ഷിയായതുകൊണ്ടാണ് ഇത്ര ശക്തമായ സനതോടുകൂടി ഇത് ഉദ്ധരിക്കുന്നത്. ഒരു വാപ്പയും ഉമ്മയും ചേർന്നിരുന്നിട്ട് ഡോക്ടറാകാൻ പോകുന്ന മോന് കൊടുക്കുന്ന ഉപദേശം. ഞാൻ അതാ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ മക്കൾ ദുഷിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ആരാ പ്രിയപ്പെട്ടവർ? യുവതലമുറ വഴി തെറ്റിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആ ഉത്തരവാദിത്തം വന്നു ഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും, ഇതുപോലെ നമ്മൾ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും, പ്രകടിപ്പിക്കാൻ നാണക്കേട് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന കുറേ സ്വപ്നങ്ങളും അതിനൊക്കെ സ്വാധീനിക്കുന്നു എന്നതാണ് സത്യം. നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത്? സ്വപ്നം കാണുമ്പോഴേ വലിയ സ്വപ്നം കാണുക. ആരെങ്കിലും ഒന്ന് നോക്കി പിടിച്ചോ, പക്ഷെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുളിങ്കൊമ്പ് പിടിക്കണം, നല്ല കൊമ്പിൽ കയറി പിടിക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഉമ്മയുടെയും വാപ്പയുടെ ആശീർവാദത്തോടുകൂടി അങ്ങനത്തെ ഒരു കൊമ്പിൽ തന്നെ പിടിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഞാൻ ഏതായാലും 2-3 ദിവസം കൂടെ ഉള്ളൂ, 2-3 ദിവസം എന്നെ സഹിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നിങ്ങൾ സ്വസ്ഥമാവും, നിങ്ങൾ അത് സ്വതന്ത്രമാക്കും. അതുകൊണ്ട് 2-3 ദിവസവും കൂടി ഇതൊക്കെ നിങ്ങൾ സഹിച്ച് കേട്ടേ പറ്റൂ. നിങ്ങളെ കേൾപ്പിക്കാൻ മാത്രമല്ല, ഞാൻ എന്നെയും കൂടെ കേൾപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ നല്ലത് കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലുഖ്മാനുൽ ഹക്കീം എന്ന മഹാനായ വാപ്പ മോന് കൊടുത്ത ഉപദേശത്തിൽ, നീ ഒരാളെ സുഹൃത്താക്കാൻ തീരുമാനിക്കുമ്പോൾ, ചങ്ങാതിയാക്കാൻ തീരുമാനിക്കുമ്പോൾ അവനുമായി അടുപ്പം സിദ്ധിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടതെന്നാണെന്നറിയോ? പരമാവധി അവനെ കോപിഷ്ഠനാക്കണം, പ്രകോപിതനാക്കണം, ദേഷ്യം പിടിപ്പിക്കണം. അതെന്തൊരു ഫിലോസഫിയാണ്, എന്തൊരു തത്വത, ഇതെന്തൊരു രീതിശാസ്ത്രമാണ് പ്രിയപ്പെട്ടത്. വാപ്പ പറയുന്നത് മോൻ അത്ഭുതത്തോടു കൂടി കേൾക്കുകയാണ്, നമ്മളിപ്പം അത്ഭുതത്തോടുകൂടി കേൾക്കുന്നത് പോലെ. അപ്പോൾ പറഞ്ഞു, മോനെ നന്നായി ദേഷ്യം പിടിപ്പിക്കണം, എന്നിട്ട് നോക്കണം അവൻ കോപിക്കുന്നുണ്ടോ. ദേഷ്യം പാടാ എൻ്റെ സൗഹൃദം കൊണ്ട് ഒലക്കയിലൊരു സൗഹൃദം കൂടാൻ വന്നു. ഇവിടെ 100 കണക്കിന് ആളുകൾ തോളിൽ കൈയിട്ട് നമ്മളെ പിന്നാലെ നടക്കുമ്പോൾ എൻ്റെ ഈ ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും മുമ്പിൽ ഓച്ചാനിച്ചിരിക്കാൻ ഞാനാരാ? അങ്ങനെ അവൻ ഒഴിഞ്ഞു പോയാൽ പോട്ടെ, അഥവാ അവൻ ഒഴിഞ്ഞു പോകുന്നില്ല, പിന്നെയും നിന്നോടൊപ്പം തന്നെ അവൻ വീണ്ടും വീണ്ടും ഒത്തുകൂടുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ അവനെ നീ ദേഷ്യം പിടിപ്പിക്കണം. ദേഷ്യം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം ദേഷ്യം പിടിപ്പിക്കണം. അപ്പോഴും അവൻ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, പിന്നെയും അവനെ നീ വീണ്ടും ദേഷ്യം പിടിപ്പിക്കണം. അങ്ങനെ 2, 3, 4 പ്രാവശ്യം അവനെ കോപിഷ്ഠനാക്കാൻ ശ്രമിക്കുകയും പ്രകോപിതനാക്കാൻ ശ്രമിക്കുകയും എന്നിട്ടും അവൻ ഒഴിഞ്ഞു പോകാതെ നിന്നോടൊപ്പം തന്നെ പറ്റിക്കൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ നീ ചങ്ങാതിയാക്കിക്കോളൂ എന്ന് വാപ്പ മോന് കൊടുത്തു ഉപദേശം. കാരണം എന്താ അറിയാവോ? ഇപ്പോഴത്തെ ആവേശത്തിൽ ചാടി കയറി ഉമ്മാനെ എല്ലാം ഇളക്കിയിട്ട് അങ്ങ് പോവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പകിട്ടും ത്രില്ലും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പം ഇങ്ങനെ ചിന്തിക്കും. അന്നേരം തിരിച്ചു വരും, മടങ്ങി വരുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നിൻ്റെ ജീവനായിരിക്കും, ജീവിതമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ നമ്മൾ ഒരാളെ ചങ്ങാതിയാക്കുന്നുവെങ്കിൽ, സുഹൃത്താക്കുന്നുവെങ്കിൽ അതിനുമുണ്ട് കുറേ നയങ്ങളും നിയമങ്ങളും ഒക്കെ. അത് പാലിക്കാത്തതിൻ്റെ പേരിലാണ് സമൂഹത്തിൽ പല പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ആരും പറയുന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല.
എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെയും കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയത്തിൽ അറിവുള്ള ആളുകളുടെ അരികിൽ ചെല്ലുമ്പോൾ അവരിങ്ങനെ കുറേ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോഴാണ് നമ്മൾ ഈ തത്വം കേൾക്കുക. ആ തത്വമൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഈ പാഠം എടുക്കുന്ന, ഈ ക്ലാസ് എടുക്കുന്ന, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് പോലും അവരുടെ ലൈഫിൽ സാധിച്ചോളണമെന്നില്ല. അവിടെയാണ് നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിച്ചത്. തങ്ങളുടെ സഹാബാക്കളുടെ ഇടയിൽ തങ്ങൾ അക്ഷരം അറിയില്ലെങ്കിലും വാക്ചാതുരിയോടുകൂടി വർത്തമാനം പറയാൻ കഴിയില്ലെങ്കിലും ഓരോ സഹാബത്തിനെയും ഓരോ അനുയായിയെയും അങ്ങനെ വളർത്തിയെടുത്തു. നമ്മൾ പറയാൻ വിചാരിച്ചെന്താണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി എന്താ ഓർമ്മയുണ്ടാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഒരു നല്ല ചാൻസ് കൊടുത്തപ്പോൾ, ചോദിക്കാനുള്ളത് നീ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ, എനിക്കൊരവസരം തരണം, ഞാനൊന്ന് ഉപ്പാനോട് പോയി ചോദിച്ചിട്ട് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പോയി ചോദിച്ച, കാരണം ഉപ്പ എന്ന് പറയുന്നത് നിന്നേക്കാൾ കൂടുതൽ ഞാനുമായി ബന്ധമുള്ള നല്ല മനസ്സിൻ്റെ ഉടമയല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ അവറുകൾ പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവറുകൾ വാപ്പയുടെ അരികിലേക്ക് ഓടിച്ചെന്നപ്പം അദ്ദേഹം ആവേശത്തോടെ എഴുന്നേറ്റ്, എന്താ മോളെ ഈ സമയത്ത് ഓടി വരുന്നത്? കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾക്കും വലിയ സന്തോഷമായി. ഇങ്ങനെ ഒരു ചാൻസ്, സംഗതി മകൾ ത്രൂ ആണെങ്കിലും ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നല്ലൊരു ഓഫർ നമുക്ക് വരികയല്ലേ, നമ്മുടെ കുടുംബത്തിലേക്ക് വരികയല്ലേ, ഭയങ്കര സന്തോഷം. അദ്ദേഹം പറഞ്ഞു, മോളെ നീ എന്ത് ചോദിക്കണമെന്നല്ലേ അന്വേഷിക്കുന്നത്? വാപ്പാടെ അഭിപ്രായത്തിൽ നീ ഒരു കാര്യം ചെയ്യണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കണം, മിഅ്റാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിങ്കിലേക്കുള്ള പ്രയാണത്തിൽ അവസാനം സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ എല്ലാ ആകാശങ്ങളും കടന്ന് അവസാനം അർശിൻ്റെ അരികിലെത്തി അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ നേർക്ക് നേരെ അള്ളാഹുവുമായി സംസാരിച്ചപ്പോൾ അമ്പും വില്ലും തമ്മിൽ എപ്രകാരം ചേരുമോ അതിനേക്കാളും അടുത്ത് ഞെരുങ്ങിയിരുന്നപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ അടിമയിലേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടി ചില കാര്യങ്ങൾ വഹി അറിയിച്ചു. അതെന്താന്നുള്ളത് ഇപ്പോഴും നമുക്കാർക്കും അറിയില്ല. എന്താണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, എന്തോ ചിലത് അള്ളാഹു അവൻ്റെ ഭാഗത്തു നിന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായി ബോധനം നൽകി വഹി അറിയിച്ചു. മോളെ, ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് നീ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കണം, ആ വഹിയിൽ അള്ളാഹു അറിയിച്ച അതീവ രഹസ്യമായ എന്നാൽ മുത്തുരത്നം പോലെ വിലപ്പെട്ട അമൂല്യമായ ആ അറിവിൽ നിന്നും എന്തെങ്കിലും ഒന്ന് എനിക്ക് തരിക എന്നാവശ്യപ്പെട്ടാൽ മതി. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല വാപ്പ അല്ലേ. അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാത്മാക്കളോടൊപ്പം സാധുക്കളായ നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യ കുടുംബത്തെയും ഒക്കെ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര നല്ല വാപ്പ അല്ലേ. ഇത് ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഓഫറാണ്. അതെങ്ങനെ ഞാൻ സാധിച്ചെടുക്കണമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മോള് വാപ്പാൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. വാപ്പ ആ നല്ല ചാൻസിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത മാർഗം എന്താണ്? എന്തുകൊണ്ടാണ് സഹാബാക്കൾ ഇന്നും ലോകത്തിലെ ഏറ്റവും മഹാത്മാക്കളായ ആത്മാവിൻ്റെ ഉടമകളായത്? റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്നവരെ കുറിച്ചിട്ട് അള്ളാഹു പറയുകയും ഞാനും നിങ്ങളും ഇന്ന് അതേറ്റു പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? വേറൊന്നും നമുക്ക് വേണ്ട. മുഴുപട്ടിണിയിൽ കഴിയുന്ന കുടിലിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹാ അവറുകൾ ഇറങ്ങിയിട്ട് അതിനേക്കാളും കൊടും പട്ടിണിയിൽ കഴിയുന്ന, ഉടുക്കാൻ തുണിയില്ലാതെ ചാക്ക് പുതച്ചു പോയ സിദ്ദീഖുൽ അക്ബർ എന്ന വാപ്പയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വീടും കൂടും മറ്റുമൊക്കെ ഒലിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ധനസഹായം ഏർപ്പെടുത്തുകയും അവർക്ക് വേണ്ടി കുറച്ച് വീടുകൾ വെച്ച് വിളമ്പുകയും ചെയ്യുമ്പോൾ നമ്മൾ എത്രയേറെ കൊട്ടിഘോഷിക്കുന്നു. താൻ സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യം മക്കയിലെ പ്രമുഖനായ ഒരു വ്യവസായി പ്രമുഖനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് എന്ന മഹാനായ കച്ചവടക്കാരൻ തൻ്റെ മുഴുവൻ സമ്പത്തിനെയും ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചെലവഴിക്കുകയും ചെലവഴിച്ചതിൻ്റെ പേരിൽ ഒരു മനോവേദനയുമില്ലാതെ അവസാനം വീട്ടിൽ കൊടും പട്ടിണിയാണ്. ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് നമ്മൾ പറയുന്നില്ലേ? ഉടുതുണിക്ക് മറുതുണി അല്ല, ഉടുതുണിയില്ല എന്ന് പറയുന്നത്
സിദ്ദീഖുൽ അക്ബർ അല്ലാത്ത മറ്റാളുകളുടെ ദാരിദ്ര്യത്തെ ഉപമിക്കാനാണെങ്കിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരുടെ ദാരിദ്ര്യം ഉടുതുണിയില്ല എന്നുള്ളതാണ്. ഉടുതുണിയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പക്ഷേ ആ വേളയിൽ ഒരു വാപ്പ ചോദിക്കാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ചരിത്രം ശരിക്കും വായിക്കാൻ ശ്രമിച്ചാൽ അവിടുന്ന് വഫാത്താകുമ്പോൾ അവിടുത്തേക്ക് അവകാശപ്പെട്ടതായി തങ്ങളുടെ പേരിൽ പ്രമാണം ചെയ്യപ്പെട്ട 500-ലേറെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊരു ചരിത്ര സത്യമാണ്. ഇനി പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം എന്താ? ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരം യുദ്ധം വിജയിക്കുമ്പോൾ അതിൽ ഗനീമത്ത് സ്വത്തായി കിട്ടുന്ന സമ്പത്തിനെ എങ്ങനെ വിഭജിക്കണം എന്നൊരു ഹിസാബുണ്ട്, ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം വഅലമൂ അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസ. നമ്മുടെ പ്രസംഗത്തിൽ നമ്മളിങ്ങനെ പലതും പറഞ്ഞു പോകുന്നുണ്ടല്ലേ. സാമ്പത്തിക ശാസ്ത്രവും പറയുന്നുണ്ട്, ദാമ്പത്യ ശാസ്ത്രവും പറയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കണം, അമൽ ചെയ്യണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഖുമുസ് എന്ന് പറയുന്ന ഒരു ഓഹരി എല്ലാ യുദ്ധാർജിത മുതലിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ന്യായമായ നിലയിൽ വരും. ആരുടെ ഓശാരമൊന്നുമല്ല, അത് പൊതു ഖജനാവിൽ നിന്നും കൈയിട്ട് വാരുന്നതല്ല. അത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിവെടുത്തിട്ട് അവനവൻ്റെ കീശ വീർപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതുമല്ല. അത് ന്യായമായ നിലയിൽ അള്ളാഹു അനുവദിക്കുകയും ഇസ്ലാമിക ശരീഅത്തിന്റെ സമ്പൽഘടന എഴുതി വെക്കുകയും ചെയ്ത പൊതു നിയമമാണ് ഖുമുസ്. അങ്ങനെ ന്യായമായ നിലയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പ്രമാണം ചെയ്യപ്പെട്ട ആധാരം ഡോക്യുമെന്റേഷൻ നടന്നിട്ടുള്ള 500-ലേറെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതാ നേരത്തെ പറഞ്ഞത്. എന്നാ പിന്നെ മോളെ ഐഷ, ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 500 വേണ്ട, 5 ഏക്കറോ 10 ഏക്കർ, 500 തോന്നുന്നത് ഓരോന്നും 5 ഏക്കറും 10 ഏക്കറോ 50 ഏക്കറോ ഒക്കെ ഉള്ള തോട്ടങ്ങളാണ്. തമാശയും കളിയൊന്നും അല്ലേ. അതിൽ ഏതെങ്കിലും ഒന്നിങ്ങ് താ എന്ന് പറയുന്നതിന് പകരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇത്രയും കാലം സഹവസിച്ചതിൻ്റെ സൽഗുണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ പ്രകടിപ്പിച്ചു. അത് ഏറ്റു പറയാൻ സന്മനസ്സുണ്ടായിരുന്ന പ്രിയതമേ ഐഷ ബീവി റളിയല്ലാഹു അൻഹ അവർ അതീവ സന്തോഷത്തോടു കൂടി തിരിച്ചോടി വന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെ അണക്കലുമായി കഥക്കുമായി തന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐഷ ചോദിച്ചോ? ആ ചോദിച്ചു. എന്തു പറഞ്ഞു? നിനക്ക് എന്താ വേണ്ടത്? ചോദിച്ചോളൂ. ഐഷ റളിയല്ലാഹു അൻഹ അവർ അതബോടെ മര്യാദയോടെ അരികിലിരുന്ന് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ വീണ്ടും അതിനെ ആവർത്തിപ്പിക്കാൻ നിർബന്ധിതനാക്കി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വേറൊന്നും വേണ്ട. ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അന്ന് അതീവ രഹസ്യമായി അങ്ങേക്ക് അള്ളാഹു നൽകിയ ബോധനത്തിൽ നിന്നും അറിവിൽ നിന്നും എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം, വേറൊന്നുമില്ല. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പരങ്ങി. എന്താ കാരണം? വാഗ്ദാനം ചെയ്തു പോലെ നീ എന്ത് ചോദിച്ചാലും തരുമെന്ന്. കൊടുക്കണ്ടേ? ഇതെങ്ങനെ കൊടുക്കുക? സാധാരണഗതിയിൽ ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്ന മറ്റു പലതും കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്, ഇതെങ്ങനെ കൊടുക്കുക? പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ടവരെ, ഇനി ഈ ഗിഫ്റ്റ്, ഈ സമ്മാനം, ഈ സർപ്രൈസ് അത് ഐഷ ബീവിക്കുള്ളതല്ല, ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും കൂടിയുള്ളതാണ് എന്ന് പ്രസംഗിക്കാനാണ് ഇത്രയും വിശദമായി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഐഷ, ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അത് പാലിക്കാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു എനിക്ക് അന്ന് പ്രത്യേകമായി വഹി അറിയിച്ചതിൽ നിന്നും ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അപ്പോൾ സ്നേഹത്തോടെ, ജിജ്ഞാസയോടെ, ആകാംക്ഷയോടെ ഇങ്ങനെ കാത് കൂർപ്പിച്ചിരുന്നു റസൂലിൻ്റെ ഭാര്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഐഷ, അതിൽ ഒരു കാര്യം, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ അവന് സ്വർഗം ഉറപ്പായും ഞാൻ നൽകുമെന്ന് അല്ലാഹു പറഞ്ഞു. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ അവന് അള്ളാഹു സ്വർഗം നൽകുമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു. വേറെ ഒന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ മോളെ പറഞ്ഞയക്കുമ്പോൾ ഇറങ്ങാൻ നേരത്ത് ഒരു കാര്യം പറഞ്ഞു, മോളെ, സംഗതി നീ പോയി ഇതാവശ്യപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നിനക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നാൽ വാപ്പാനെ മറക്കരുത്, വേഗം അതിൻ്റെ ഒരു പങ്ക് വാപ്പാക്കും കൂടെ കൊണ്ട് തരണേ. സുബ്ഹാനല്ലാഹ്, വാപ്പാനെ മറക്കരുത്. അങ്ങനെ എങ്ങാനും നിൻ്റെ റസൂൽ നിനക്കൊരു ഇൽമു പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഉപ്പാക്കും കൂടെ പറഞ്ഞു തരണേ, ഉപ്പാനും കൂടെ പറഞ്ഞു തരണേ. പ്രിയപ്പെട്ടവരെ, കിട്ടിയ സന്തോഷത്തിൽ എന്ത് കിട്ടിയതാ?
ഞാൻ പറഞ്ഞ തോട്ടമല്ല, പൊന്നല്ല, പണ്ടമല്ല, ഡ്രസ്സല്ല, ഫാൻസി ഉപകരണങ്ങളല്ല. ഈ അറിവ് കിട്ടിയ സന്തോഷത്തിൽ പാഞ്ഞു ഓടി പ്രിയപ്പെട്ട വാപ്പയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, കിട്ടി കിട്ടി. എന്താ കിട്ടിയത്? ഒരു ഹദീസ്, ഒരു വാക്ക്. എന്താ വാക്ക്? ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു അവന് നിർബന്ധമായും സ്വർഗം കൊടുക്കുന്നതാണ്. സ്വർഗം കൊടുക്കുന്നതാണ്. സിദ്ദീഖുൽ അക്ബറിൻ്റെ മുഖത്ത് ആദ്യം ഒരു പുഞ്ചിരി വിടർന്നു. കാരണം ഇൽമു കിട്ടിയല്ലോ. പെട്ടെന്ന് അദ്ദേഹം വിട്ട് കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഞെട്ടിത്തെറിച്ചു പോയി. പടച്ചോനെ, ഇതെന്ത് കഥയാണ് ബാപ്പാ? ഇത് കരയാനുള്ളതല്ലല്ലോ, സന്തോഷിക്കാനുള്ളതല്ലേ, സന്തോഷിക്കാനുള്ളതല്ലേ. ഇൽമു കിട്ടി മാത്രമല്ല, ആരെങ്കിലും മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ അവന് സ്വർഗം കൊടുക്കാന്നല്ലേ പറഞ്ഞത്. നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടിയത്? പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ കരച്ചിൽ അടക്കാൻ കഴിയാതെ ഏങ്ങലടിച്ചുകൊണ്ട് മകളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, ആയിഷ, നീ പറഞ്ഞത് ശരിയാണ്, ഇത് സന്തോഷിക്കാനുള്ളതാണ്, ഇത് സന്തോഷിക്കാനുള്ളതാണ്. പക്ഷെ ആയിഷ, ഇതിൻ്റെ നേരെ വിപരീത അർത്ഥവും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ കരഞ്ഞു പോയത്. അതെന്താ വാപ്പാ? അത് മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു അവനെ നേരെ സ്വർഗത്തിൽ അയക്കും എന്ന് പറഞ്ഞപ്പോൾ, മറുഭാഗത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചാൽ അവനെ അള്ളാഹു നേരെ നരകത്തിൽ അയക്കുമൊന്നുമില്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ, ദുഃഖിപ്പിച്ചിട്ടുണ്ടോ എന്ന വെപ്രാളത്തിലാണ് ഞാൻ കരഞ്ഞത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയാൽ അവന് നരകം ലഭിക്കാനിടയുണ്ട്, സന്തോഷിപ്പിച്ചാൽ അവന് സ്വർഗം ലഭിക്കാനിടയുണ്ട്. നമ്മൾ ഈ വേദനിപ്പിക്കുന്നത്, നൊമ്പരപ്പെടുത്തുന്നത് നമ്മളോടൊപ്പം രാവും പകലും ഒന്നിച്ചുണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവളെ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയാനാണ് ഇത്രയും വിശദമായി ഞാൻ പറഞ്ഞത്. എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി അവളുടേതെല്ലാം സമർപ്പിച്ച് എല്ലാം സമർപ്പിച്ചു. എൻ്റെ മക്കളെ അവളുടെ വയറ്റിൽ കൊണ്ടു നടന്നു. എൻ്റെ മക്കൾക്ക് അവൾ പാല് കൊടുത്തു, മുലയൂട്ടി, പോറ്റി വളർത്തി. അന്നൊരു ദിവസം നമ്മൾ പറഞ്ഞതുപോലെ, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അരികിൽ കുഞ്ഞ് കരഞ്ഞാൽ ആ കുഞ്ഞിനെ ഞാനൊന്നെടുത്ത് പുറത്തേക്ക് പോകുന്നതിന് പകരം അരികിൽ കിടക്കുന്ന എൻ്റെ പ്രിയതമയെ ഞാൻ തട്ടി ഉണർത്തിയിട്ട് ഓള തലയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ സുഖമായി തിരിഞ്ഞു കിടക്കുക. കരച്ചിൽ കൂടിയാൽ പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ വരും, ഒരു ശബ്ദം, ഒരു ആക്രോശം. പോ അപ്പുറത്ത്, വാതിൽ കുറ്റിയെടു, വാരൽ പോ. പോയി. ആരാ പോയത്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയും. എന്തിനു വേണ്ടി? എൻ്റെ ഒരു രാത്രിയിൽ ഉറക്കം കെടുത്താൻ ഞാൻ അനുവദിക്കൂല. ഇങ്ങനെ എനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ മനസ്സ് വേദനിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? പ്രസംഗം കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഹദീസ് പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഹദീസും ആയത്തും ഖുർആനും പ്രസംഗവും ഒക്കെ കേൾക്കുന്നത് സ്വർഗവും നരകവും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്, പ്രതിഫലവും കൂലിയും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി മാത്രമല്ല ഈ ഹദീസൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് സ്വർഗം പണിയാൻ കഴിയണം, നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് സ്വർഗം പണിയാൻ കഴിയണം, നമ്മുടെ കിടക്കയിൽ നമുക്ക് സ്വർഗം പണിയാൻ കഴിയണം. അതിന് നമ്മൾ എന്ത് വേണം? അതിന് പരസ്പരമുള്ള പെരുമാറ്റത്തിൽ പടച്ചവനെ പേടിക്കണം. അങ്ങനെ പറഞ്ഞാൽ മതി, അതാ നല്ലത്. പരസ്പരമുള്ള പെരുമാറ്റത്തിൽ പടച്ചവനെ പേടിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. എല്ലാ നിക്കാഹിൻ്റെ ഖുത്ബയുടെ തുടക്കത്തിലും നമ്മൾ ഓതി വെക്കുന്ന ഒരു വിശുദ്ധ വാക്യമാണത്, അള്ളാഹുവിൻ്റെ വചനം. യാ അയ്യുഹല്ലദീന ആമനു. കല്യാണം കഴിക്കാൻ പോകുന്ന മുസ്ലിമായ ചെറുപ്പക്കാരി, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന അവൻ്റെ ഉമ്മ വാപ്പാ, അങ്ങനെയാണല്ലോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ. ഈ ചെറുക്കൻ്റെ കൂടെ വരാൻ പോകുന്ന പെണ്ണും മാത്രം വിചാരിച്ചാൽ അവരുടെ കുടുംബജീവിതം സുഖകരമായി കൊള്ളണമെന്നില്ല. അവരുടെ കുടുംബജീവിതം സുഖകരമാകുന്ന വിഷയത്തിൽ വാപ്പാക്ക് പങ്കുണ്ട്, ഉമ്മാക്ക് പങ്കുണ്ട്, ഏട്ടന് പങ്കുണ്ട്, അനിയന് പങ്കുണ്ട്, കൂടെ നടക്കുന്നവർക്കൊക്കെ പങ്കുണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ഉള്ളൂ ഒരു കുടുംബം നല്ല നിലയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. ഒരു കുടുംബം മുമ്പോട്ട് പോകുന്ന വിഷയത്തിൽ എല്ലാവർക്കും അവരവരുടേതായ പങ്കുകളുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണല്ലോ, ഇവിടെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇത്തഖുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹു കാണുന്നു എന്ന ബോധം വേണേ, അള്ളാഹു കാണുന്നു എന്ന ബോധം.
വഖൂലു ഖൗലൻ സദീദ. ആ ബോധത്തോടു കൂടിയുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ പരസ്പരം നിങ്ങൾ നല്ല വർത്തമാനം പറയണേ എന്നാണ്. പരസ്പരം നിങ്ങൾ നല്ല വർത്തമാനം പറയണേ. വർത്തമാനത്തിൻ്റെ മൂർച്ച കൊണ്ട് പ്രിയപ്പെട്ടവളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയാൽ, നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞില്ലേ, ആ വ്രണം ഉണങ്ങാൻ വലിയ പ്രയാസമാണ് പ്രിയപ്പെട്ടവർ. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്, അത് സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ. അങ്ങനെ ആയാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾ, ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നേരെയാക്കി തരും, അള്ളാഹു ശരിയാക്കി തരും. ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വന്നാൽ മതി, ആ ട്രാക്കിലേക്ക് നിങ്ങൾ വന്നാൽ മതി, ബാക്കി അള്ളാഹു നിങ്ങൾക്ക് നേരെയാക്കി തരും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു മാപ്പാക്കി, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാപ്പാക്കി തരും. ചെറിയ ചെറിയ അബദ്ധങ്ങൾ, മനുഷ്യനല്ലേ. നമ്മളിപ്പം എത്ര വലിയ ഔലിയ എന്ന് പറഞ്ഞാലും ഞാൻ മനുഷ്യൻ തന്നെയല്ലേ. എനിക്ക് ദേഷ്യമുണ്ട്, കോപമുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്, ചിലപ്പോൾ അറിവുകേടുണ്ട്, അജ്ഞതയുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിലപ്പം എൻ്റെ ജീവിതത്തിൽ, പെരുമാറ്റത്തിൽ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാകാം. അത് അള്ളാഹു മാപ്പാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു മാപ്പാക്കി തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ ആരെങ്കിലും ജീവിച്ചാൽ അവൻ വലിയ വിജയം വരിച്ചിരിക്കുന്നു. ഫഖദ് ഫാസ ഫൗസൻ, വലിയ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫഖദ് ഫാസ ഫൗസൻ അദീമാ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ഖുത്ബയിലും നമ്മൾ ഈ ആയത്ത് കേൾക്കാറുണ്ട്. ഇമാം ആദ്യത്തെ ഖുത്ബ നിർവഹിച്ച് നിർത്തി ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ആയത്ത് പറയുക. ആയത്ത് പറയുമ്പം വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ എന്ന് പറയും. അപ്പോൾ ഇരിക്കുന്ന നമ്മളെല്ലാവരും ബുദ്ധിപരമായതിൽ, എല്ലാം മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അങ്ങനെയല്ലേ പറയല് സാധാരണ എല്ലാ പള്ളിയിലും? അങ്ങനെയാണല്ലോ. ഞാൻ 16 കൊല്ലം ഇവിടെ ഖുത്ബ ഓതി. എൻ്റെ 16 കൊല്ലത്തെ ഖുത്ബയിലും എന്നെ കേൾക്കാൻ വന്ന 90% ആളുകൾ തന്നെ പറഞ്ഞത്. ഇതല്ലാത്ത മറ്റു പള്ളികളിൽ, മൊത്തം കണ്ണൂരിൽ ഞാൻ 32 കൊല്ലമായി ഖുത്ബ ഓതുന്നു. അവിടെയൊക്കെ ഞാൻ ഇതാണ് അധികം കേൾക്കുന്നത്. എന്താ കാര്യം? ഈ ഇരിക്കുന്ന നമുക്കൊന്നും ഇപ്പോൾ നമ്മളോട് നമ്മുടെ റബ്ബ് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടില്ല. ഫഖദ് ഫാസ ഫൗസൻ അദീമാ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ കൈപൊക്കിയിട്ട് അല്ലാഹുമ്മ സല്ലി അലാ. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ നിലയിൽ നീ നിൻ്റെ ഭാര്യയോട് പെരുമാറേണ്ടതുപോലെ പെരുമാറുകയും വർത്താനം പറയേണ്ടതുപോലെ വർത്താനം പറയുകയും ആ രംഗത്ത് അള്ളാഹുവും അവൻ്റെ റസൂലും നിനക്ക് പഠിപ്പിച്ച മാതൃകയിൽ നീ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിന്റെ കുടുംബജീവിതം അത്യുന്നതമായ നിലയിൽ വിജയിച്ചു എന്നർത്ഥം വെക്കാം. നിന്റെ കുടുംബജീവിതം വിജയിക്കും, നിന്റെ ഭാര്യാഭർത്തൃ ബന്ധം വിജയിക്കും. അതുപോലെ ബാക്കിയുള്ള എല്ലാ രംഗങ്ങളിലും ഈ പറഞ്ഞ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ ജീവിതത്തെ നീ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെയൊക്കെ വണ്ണമായ വിജയം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്കതൊക്കെ ലഭിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയ രംഗം, എല്ലാ രംഗവും ഇസ്ലാമികമാക്കണം. അതിനാണ് നമ്മളിങ്ങനെ തഅലീമ് കേൾക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ നേരെ ആവില്ല. ചിലപ്പം അവർ തമ്മിൽ നല്ല സ്നേഹമായിരിക്കും, നല്ല ബന്ധമായിരിക്കും. പക്ഷേ അവിടെ വിലങ്ങുതടിയായി വരുന്നത് സ്വന്തം ഉമ്മയായിരിക്കും, സ്വന്തം ഉപ്പയായിരിക്കും, സ്വന്തം കാരണവന്മാരായിരിക്കും, ആങ്ങളമാരായിരിക്കും. ഞാൻ പറയുന്നത് പ്രകാരം ഓളെ നീ തലാക്ക് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഈ തോക്ക് കൊണ്ട് ഓനെ ഞാൻ കത്തിച്ചു കളയുമെന്ന് പറയാം. ആരാ? സ്വന്തം കാരണവർ. ആരോടാ പറയുന്നത്? എന്നോട്. അതായത് നേരത്തെ പറയും, ഇതൊക്കെ റവാഹുൽ ബുഖാരിയാണ്. ഞാൻ നേരിട്ട് സാക്ഷിയാകുന്ന വിഷയങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ. അല്ലാതെ സനദ് ലൈഫായ വിഷയങ്ങളൊന്നും ഞാൻ പറയാറില്ല. കാരണം നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്താൽ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഇടയിൽ പരസ്പര ബന്ധത്തിൽ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള കടന്നുകയറ്റത്തെ എപ്പോഴും ശ്രദ്ധിക്കണം. അത് മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ മറുഭാഗത്ത് നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ബന്ധം, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ബന്ധം, അവർ സുഖമായി ജീവിച്ചോട്ടെ, നമ്മളെന്തിനാ അതിൻ്റെ ഇടയിൽ കയറ്റ് വരാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു പണ്ഡിതൻ, ഈ അടുത്ത കാലത്ത് വഫാത്തായ മഹാത്മാവ്, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സ്വന്തം അനുഭവം പറഞ്ഞു. ഇങ്ങനെ സ്വന്തം അനുഭവം. എന്താ സ്വന്തം അനുഭവം?
വിഭജനത്തിന് മുമ്പുള്ള നമ്മളുടെ ഈ രാജ്യം, വിശാലമായ ഇന്ത്യ, ആ രാജ്യത്തിൻ്റെ ഒരു കോണിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഒരു കോണിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും കുറേ ദൂരം സഞ്ചരിച്ചാൽ, നമ്മൾ എൻഡ് ഓഫ് വില്ലേജ് എന്നൊക്കെ പറയുന്നില്ലേ, ആ വില്ലേജിൻ്റെ എൻഡിൽ ഒരു പ്രത്യേക ചെറിയ ഗ്രാമമുണ്ട്, ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ ഓണംകേറാമൂല എന്ന് മലയാളത്തിൽ പറയാൻ കഴിയും. ഇപ്പോഴത്തെ കാലമല്ലല്ലോ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പല്ലേ. ഇപ്പോഴല്ലേ എല്ലാവർക്കും 4 വീലും, 4 വീലിൽ പോകാൻ പറ്റാത്തവൻ 3 വീലും, 3 വീലിൽ പോകാൻ പറ്റാത്തവൻ 2 വീലും അല്ലേ, അങ്ങനെയൊക്കെ ആയി മാറിയത് ഇപ്പോഴാണല്ലോ. ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറയാണ്, എൻ്റെ വീട്ടിൽ നിന്നും കുറേ ദൂരം അവിടെ ഒരു ഹള്ളി ഏരിയ ഉണ്ട്, ഒരു റൂറൽ ഏരിയ. അവിടത്തേക്ക് ബസ്സും കാറും വണ്ടിയും ഒന്നും പോകില്ല എന്ന് മാത്രമല്ല, ഒരു വാഹന സൗകര്യങ്ങളോ റോഡ് സൗകര്യങ്ങളോ ഒന്നുമില്ല അവിടെ. പക്ഷേ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്, ആളുകൾ തിങ്ങി താമസിക്കുന്നു. അവിടെ നിന്നും ആളുകൾ രാവിലെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി, അങ്ങനെയാണ്, കാട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നാട്ടിൽ പോകുന്നു എന്നാണ് പണ്ടത്തെ ഭാഷാപ്രയോഗം തന്നെ. നാട്ടിലേക്ക് പോകാൻ വേണ്ടി, ഒരു ഡോക്ടറെ കാണണം, മരുന്ന് വാങ്ങിക്കണം, സാധനം വാങ്ങിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം നടന്നിട്ട് വേണം ഞങ്ങളുടെ വീട്ടിൻ്റെ അരികിൽ വന്ന് കാത്തു നിൽക്കാൻ. അവിടം വരെ ബസ് വരും, അവിടുന്ന് അങ്ങോട്ട് ബസ് ഉണ്ടാവില്ല. ശരിക്കും ശ്രദ്ധിക്കണേ. നിർത്തണോ? ബസ് നിർത്തണോ എന്ന് ഞാൻ ചോദിച്ചത്. ബസ് നിർത്തണോ അല്ല പ്രസംഗം നിർത്തണോ? ഇങ്ങനെ ദൂരം നടന്നിട്ട് വാഹനം കാത്തു നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ പരിസരത്ത് ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ വിവാഹിതനായി നല്ലൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. ആ പെൺകുട്ടി വീട്ടിൽ വന്നതോടുകൂടി വീട്ടിൻ്റെ ഉള്ളിൽ നല്ല ഐശ്വര്യമായി, സന്തോഷമായി. നല്ല പെൺകുട്ടി, ദീനുള്ള പെൺകുട്ടി. നമ്മളതൊക്കെ ഇന്നലെ പറഞ്ഞു. ദീനെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കിടപ്പറയിൽ അയാളുടെ ദസ്തർഖാനിൽ അഥവാ അയാളുടെ തീന്മേശയിൽ അയാളെ സന്തോഷിപ്പിക്കലാണ് ഏറ്റവും വലിയ ദീന്. അത് ശ്രദ്ധിക്കണം. അല്ലാതെ നിൻ്റെ തഹജ്ജുദ് നിസ്കാരവും നിൻ്റെ സുന്നത്ത് നോമ്പും നിൻ്റെ ബുർക്കയും നിൻ്റെ നിഖാബും അതിനകത്തുള്ള നിൻ്റെ കടുപ്പിടുത്തവും അതും കൊണ്ടൊന്നും ഭാര്യാഭർത്തൃ ബന്ധം വിജയകരമാവില്ല. അതുപോലെ നേരെ തിരിച്ചും നിൻ്റെ തൊപ്പിയും നിൻ്റെ ദാടിയും നിൻ്റെ ദീനും നിൻ്റെ ദീനീ പ്രസംഗവും പ്രബോധനവും എന്നിട്ട് ഭാര്യ മക്കളെ നോക്കാണ്ടിരിക്കലും അതും ഇസ്ലാമല്ല. അതൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ സമ്മതിച്ചിട്ടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്നും കുഴപ്പം സൃഷ്ടിച്ചിട്ട് നമ്മളങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഓരോരുത്തരും അവരവരുടെ കടമകൾ പൂർത്തീകരിക്കുക തന്നെ വേണം. ഇഖാമത്ത് കൊടുത്താൽ ഇമാമ് നിൽക്കാൻ വേണ്ടിയിട്ട് മെഹ്റാബിൽ കയറി നിൽക്കുന്നത് പോലെ വീട്ടിലെത്തിയാൽ എൻ്റെ ബാക്കി എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് ഞാൻ ഭാര്യനെ കാണണം, മക്കളെ കാണണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്, ഇപ്പോൾ പലരും ഭാര്യനെ കാണാറില്ല, മക്കളെ കാണാറില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാണാറില്ല. നിങ്ങൾ കയറുമ്പം നിങ്ങളുടെ ഉള്ളു നിറയെ വേറെ എന്തൊക്കെയോ ചിത്രങ്ങളുമായിട്ടാണ്, ടെൻഷനുകളായിട്ടാണ് കയറുക. അതുകൊണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അങ്ങ് പോക്കാണ്, ഒരു തരം ലഹരിയിലാണ്. ഭൂരിപക്ഷം കുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അപ്രകാരം ലക്കും ലഗാനും ഇല്ലാതെ വരുമ്പോൾ ഭൗതികമായ ചിന്തകളിൽ ലഹരി ബാധിതരായി നമ്മളിൽ അധിക പേരും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭാര്യനെ കാണാറില്ല, മക്കളെ കാണാറില്ല, കുടുംബത്തോടൊപ്പം ഇരിക്കാറില്ല, കുടുംബത്തോടൊപ്പം സംസാരിക്കാറില്ല. ഇത് ഞാൻ സാഹിത്യം പറയാമെന്ന് ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ട, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. നമ്മൾ പുറത്ത് നമ്മളുടെ ടെൻഷനും കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറരുത് എന്ന് ഞാൻ പറയുന്നതല്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജത്തുൽ കുബ്രയും തമ്മിലുള്ള കുടുംബജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന നിയമങ്ങളാണിതൊക്കെ. ഇങ്ങനെ നമ്മൾ നമ്മളുടെ ഭാര്യയോടുള്ള ബന്ധം ശ്രദ്ധിക്കണം, മക്കളോടുള്ള ബന്ധം ശ്രദ്ധിക്കണം, ഭാര്യമാര് ഭർത്താക്കന്മാരോടുള്ള ബന്ധം ശ്രദ്ധിക്കണം. അവരുടെ ദീൻ എന്ന് പറയുന്നത്, അവളുടെ സ്വർഗം എന്ന് പറയുന്നത് ഭർത്താവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി വീട്ടിൽ വന്നു, അവൾ നല്ല നിസ്കാരക്കാരിയാണ്, നോമ്പുകാരിയാണ്, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ആ വീടിനെ ഐശ്വര്യപൂർണ്ണമാക്കിക്കൊണ്ട് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഒക്കെ ആയി കഴിയുന്നുണ്ട്. ഒരു ദിവസം ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കും. ഭർത്താവ് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരാൾ ഭർത്താവിനോട് പറഞ്ഞു, അല്ല ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഇത്രയും ദൂരെ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ വരുന്നില്ലേ, അവർ ചിലർ കുട്ടികളെടുത്തിട്ട് വരുന്നു, വലിയ സാമാനം എടുത്തിട്ട് വരുന്നു, നടന്ന് ക്ഷീണിച്ച് തളർന്നു വരുന്നു. ഇവിടെ വരുമ്പം ഈ കടുപ്പപ്പെട്ട, നമ്മുടെ ഇവിടുത്തെ ചൂടല്ലല്ലോ, അങ്ങനത്തെ ചൂടല്ലേ, ഭയങ്കര കടുപ്പപ്പെട്ട ചൂടിൽ അവർ വെയിലത്ത് കാത്തു നിൽക്കുന്നു. ചില ദിവസങ്ങളിൽ അവർ വന്ന് കാത്തു നിൽക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ബസ്സില്ല, ബസ് പോയി, പിന്നെ ഈ പാവങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്നു പോകുന്നു. അപ്പോൾ എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്, ഭർത്താവിനോട് പറയുക, ഭാര്യ പറയുക, ഒരു എളിയ അപേക്ഷ. എന്താ അപേക്ഷ? നമുക്ക് അൽഹംദുലില്ലാ അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് അവിടെ പണിഞ്ഞു കൊടുത്താലോ? ഒരു വെയിറ്റിംഗ് ഷെഡ്. നല്ല കാര്യമല്ലേ നീ പറഞ്ഞത്? അൽഹംദുലില്ലാ നല്ല കാര്യമാണ്. വെയിറ്റിംഗ് ഷെഡ് ഞാൻ പണിഞ്ഞു കൊടുക്കും. നാളെ തന്നെ ആളെല്ലാം വിളിച്ചു, അത്യാവശ്യം മോശമല്ലാത്ത രൂപത്തിൽ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് അവിടെ പണി പൂർത്തിയാക്കി.
ഈ നടന്ന് ക്ഷീണിച്ചു വരുന്ന മക്കളെയും പൊക്കി സാധനവും പൊക്കി വരുന്ന സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധന്മാരും അതിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് സന്തോഷത്തോടെ അവരിങ്ങനെ ദ്വാരക്കാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമല്ലേ, ഭയങ്കര സന്തോഷം. അത് വല്ലാതെ ആശ്വാസമായി. ആളുകൾ ദ്വാരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ രാത്രി ഭാര്യ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, അല്ല നമ്മൾ വെറ്റിഷുഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര സന്തോഷം, എല്ലാവരും ദ്വാരക്കുന്നുണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്, നമുക്ക് അവിടെ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ബെഞ്ചോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുത്താൽ നല്ലതായിരുന്നു. നല്ല കാര്യമാണ്. അദ്ദേഹം ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ബെഞ്ചും സാധനങ്ങളും ഒക്കെ ഏർപ്പാടാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇവൾക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഇവൾ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത്ര കടുപ്പപ്പെട്ട ചൂട്ടിൽ ആളുകളൊക്കെ നടന്ന് തളർന്ന് വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൺകലമോ, ഇപ്പോഴാണല്ലോ കൂളറും ഒക്കെ ആയത്, വാട്ടർ കൂളറൊക്കെ, ഒരു മൺകലം പോലെയുള്ള സാധനം സജ്ജീകരിച്ചിട്ട് കുറച്ച് വെള്ളം നമുക്കിങ്ങനെ അതിനകത്ത് നിറയ്ക്കാം, തീരുന്നതിനനുസരിച്ച് നമുക്ക് കൊണ്ട് നിറയ്ക്കാം. നല്ല കാര്യമാണ് വഴിയാത്രക്കാർക്ക് വെള്ളം കുടിപ്പിക്കുക, അത്ര നല്ല കാര്യമാണ്. പാത്രം ഏർപ്പാടാക്കി വെള്ളം നിറച്ചു. വരുന്ന ആളുകൾക്ക് ഭയങ്കര ആശ്വാസമായി, കയറി ഇരിക്കാൻ ഒരിടമായി, ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളമായി. നാട്ടുകാരെല്ലാം ഈ പെണ്ണിന് വേണ്ടി, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അകമഴിഞ്ഞ് ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. കുറച്ച് ദിവസം ഇങ്ങനെ ഓരോന്നോരോന്ന് പുരോഗതി പ്രാപിച്ചു വരുമ്പം ഇവൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന കുറച്ച് കുറാണ്ടന്മാരുണ്ടായിരുന്നു, കുറച്ച് ചങ്ങായിമാർ. അവന്മാരൊരു ദിവസം ഇവർ വിളിച്ചിട്ട്, അല്ലടാ എന്താ നിൻ്റെ വിചാരം, എങ്ങോട്ടാ നിൻ്റെ പോക്ക്? ഓള് പറയുമ്പോൾ ഇങ്ങനെ തുള്ളി അവസാനം എൻ്റെ കീശ കാലിയാകല, ബാലൻസ് തീരല, അവസാനം ലോൺ എടുക്കല, ഇങ്ങനെ ആയാൽ എവിടെ പോവും? നിനക്കറിയോ, ഇങ്ങനെ ഭാര്യമാർ പറയുന്നതിനനുസരിച്ചിട്ട് തുള്ളാൻ നിന്നാലേ പിന്നെ നമുക്കൊരു വിലയും നില ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞപ്പോൾ ഹേ എന്നെല്ലാം വിചാരിച്ച്, പിന്നെ ഇവന്മാരിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഇയാളുടെ മനസ്സ് ശരിയല്ലേ, ഓളിങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ഓർഡർ ഇടുമ്പോൾ ഞാൻ അങ്ങനെ സാധിച്ചു കൊടുത്താൽ ഞാനൊരു അടിമയാവുകയും ചെയ്യും, മറുഭാഗത്ത് എൻ്റെ കീശ കാലിയാവുകയും ചെയ്യും. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന കൂട്ടുകാരെന്ന് പറയുന്ന ദ്രോഹികൾ ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത് ശരിയാണ് എന്ന തോന്നലിലേക്ക് എത്തിച്ചു. ഇവൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ക്രൂരമായ കർമ്മം ചെയ്തു. എപ്രകാരം ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നോ, ഒരു സുപ്രഭാതത്തിൽ ഇത് മുഴുവൻ അയാൾ അടിച്ച് തകർത്ത് തരിപ്പണാക്കി എടുത്ത് കളഞ്ഞു. ഇത് കഥയല്ല കേട്ടോ, സംഭവമാണ്, അനുഭവമാണ്, ചരിത്രമാണ്, വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ആ നാട്ടിൽ നടന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇതല്ലാത്ത മറ്റു പല കോലങ്ങളിലും ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലൈവായിട്ടുള്ള പരിപാടികളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി, ബ്രെയിൻ വാഷിന് വഴങ്ങി പെണ്ണിനടിമപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റൂല, കീശ കാലിയാക്കാൻ പറ്റൂല. ശരിയാണ്, എല്ലാം തകർന്നു. പാവം ഈ പെൺകുട്ടിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പക്ഷേ അവൾ ഇത് സഹിച്ച് ക്ഷമിച്ച് ഒരക്ഷരം മിണ്ടാതെ ഭർത്താവിനോട് സാധാരണ പോലെ തന്നെ പെരുമാറി. ഒരക്ഷരം. അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ വിജയത്തെ നമ്മൾ മുമ്പിൽ വെക്കേണ്ടത്. കുടുംബജീവിതത്തിൽ ഭർത്താവ് ആരാൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ക്രൂരമായ കർമ്മങ്ങൾ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ ഇങ്ങനെ ഒരു യുദ്ധം ജയിച്ച മികവോടുകൂടി ആയിരിക്കും വരിക. അയാളെന്താ മനസ്സിലാക്കുക, എങ്ങാനും ഞാൻ വീട്ടിൽ കയറുമ്പം ഓളെങ്ങാനും എന്നെ ചോദ്യം ചെയ്താൽ അത് അടിച്ചുടയ്ക്കാൻ ചെയ്തുകൊണ്ട് ഓളെ തലമുണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. അയാൾ ആ വികാരത്തോടെ വരിക. ആ വികാരത്തോടെ കയറി വരുന്ന ഭർത്താവിൻ്റെ പ്രവർത്തനത്തോട്, വരവിനോട് അതേ അളവിൽ, അതേ നാണയത്തിൽ ഭാര്യ തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ ശരിയാ, കുടുംബം തകരുമായിരുന്നു. അവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മൗനം ദീക്ഷിച്ച് പഠിക്കണം മുസ്ലിമീങ്ങൾ. മൗനം ദീക്ഷിച്ച് ചിലയിടങ്ങളിൽ മിണ്ടാണ്ടിരുന്നേക്കണം. നമ്മൾ പൊട്ടനാണെന്ന് ചിലപ്പോൾ ആളുകൾ പറയും, പറഞ്ഞോട്ടെ. നമ്മൾ പൊട്ടനാണെന്ന് ചിലപ്പോൾ ആളുകൾ പറയും, പറഞ്ഞോട്ടെ. മണ്ടനാണെന്ന് ആളുകൾ പറയും, പറഞ്ഞോട്ടെ. നട്ടലില്ല എന്ന് പറയും, പറഞ്ഞോട്ടെ. ഇടയ്ക്കിടയ്ക്ക് നട്ടലില്ലെന്നങ്ങ് വിചാരിച്ചോണം. ഇന്നലെ ഞാൻ പറഞ്ഞത് നട്ടൽ വേണമെന്നാണ്, ഓർമ്മ വേണം, ഒന്നും മാറിപ്പോകരുത്. നട്ടൽ വേണം, നട്ടൽ ആവശ്യമാണ്. പക്ഷേ ചില സമയത്ത് തൽക്കാലം എനിക്ക് നട്ടലില്ല എന്ന് കാരണം എന്താണെന്നറിയോ, ആ കുടുംബം തകരാതിരിക്കാൻ. പാവം പെണ്ണ് ഇയാളുടെ ഈ ജോഷിൻ്റെ മുമ്പിൽ, ഇയാളുടെ വികാരത്തിൻ്റെ മുമ്പിൽ ഒരക്ഷരം മിണ്ടാതിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഇയാൾ തന്നെ പിന്നെ ഇങ്ങനെ നോക്കും. കുറേ ആൾ നോക്കി പ്രതീക്ഷിച്ചില്ല, പ്രതികരണമൊന്നുമില്ല. പിന്നെ സാധനമല്ല അവിടെ താഴെ ഇട്ടിട്ട് അയാൾ സാധാരണ പോലെ. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയി. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇവളൊന്നും ഇങ്ങോട്ട് പറയാണ്ടായപ്പോൾ ഇയാൾ അങ്ങോട്ട് ചോദിച്ചു, അല്ല നിനക്ക് എന്തോ ഒരു മൂഡ് ഓഫ് എല്ലാം കാണുന്നു, ഒരു വെറുപ്പെല്ലാം കാണുന്നു, എന്താ വിഷയമാണ്? അങ്ങനെ ഒന്നുമില്ല. എന്നാ നമുക്ക് രണ്ടുമൊക്കെ ഒന്ന് പുറത്തു പോവാം, ഔട്ടിങ്ങിന് നമുക്ക് രണ്ടാക്കൊന്ന് പുറത്തു പോവാം.
ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബീച്ചിൽ പോകാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ പോകാമെന്നോ അങ്ങനെ എവിടെയെങ്കിലും ആണല്ലോ. അങ്ങനല്ല, നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് പോകാം. വലിയ പൈസക്കാരനല്ലേ, നമ്മുടെ തോട്ടത്തിലേക്ക് പോകാം. വാ, കുറച്ച് സമയം അവിടെ പോയി ഒറ്റയ്ക്കിരിക്കാം, നമുക്ക് രണ്ടാക്കും സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, അവർ രണ്ടുപേരും അങ്ങനെ. എന്നാൽ പിന്നെ ഔട്ടിങ്ങിനോ ഈ ഭാര്യ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഭർത്താവ് വിളിച്ചല്ലേ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിനോടൊപ്പം കയറി വാഹനത്തിൽ യാത്ര ചെയ്ത് കുറേ ദൂരം പോയി അവരുടെ വിശാലമായ തോട്ടത്തിൽ കൃഷിയിടത്തിൽ ചെന്നെത്തിയപ്പം അവിടെ കുറേ പണിക്കാരുണ്ട്. കിണറുണ്ട്, കിണറിനകത്ത് മോട്ടറുണ്ട്, പമ്പ് ചെയ്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വലിയ വിശാലമായ കൃഷിയിടത്തെ നനയ്ക്കുന്നുണ്ട്. ഇവളോട് അയാൾ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യുക, കുറച്ച് സമയത്തായി ഈ പമ്പ് ഹൗസിൻ്റെ ഉള്ളിൽ തണലിൽ അവിടെ നിൽക്ക്, ഞാനൊന്ന് പണിക്കാരെ നോക്കിയിട്ട് വരട്ടെ, അവർക്ക് ചിലർ പൈസ കൊടുത്തിട്ട് വരാം, നീ പമ്പ് ഹൗസിൻ്റെ തണലിൽ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അയാൾ പണിക്കാരെല്ലാം കണ്ട് കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ പൊരി വെയിലത്താണ് പമ്പ് ഹൗസിൻ്റെ തണലിൽ ഇവളിങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ വന്നതൊന്നും ഇവൾ അറിഞ്ഞില്ല. ഇവളിങ്ങനെ എന്തോ ഒന്നിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇയാൾ പിന്നിൽ നിന്നും പിന്നെ നോക്കുമ്പം എന്താ അവളിങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഒന്നുമല്ല, കിണറ്റിൽ നിന്നും ഒരു പമ്പ് വെച്ചിട്ട് ശക്തമായ നിലയിൽ വെള്ളം പമ്പ് ചെയ്ത് ഈ തോട്ടത്തിലെല്ലാം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായി വെള്ളം, വേറെ ഒന്നും അവിടെ കാണുന്നില്ല. 4 ഭാഗം നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഹേയ്, എന്താ? ഒന്നുമില്ല, പോവാ, ബാ, നീ എന്താ നോക്കിക്കൊണ്ടേ? ഒന്നുമില്ല. തിരിച്ച് വീട്ടിൽ വന്നു. രാത്രിയിൽ ഒന്നിച്ച് കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല, നീ എന്തായിരുന്നു അവിടെ അത്രയും ഗഹനമായി നോക്കിയത്? എന്തായിരുന്നു നീ ചിന്തിച്ചത്? വല്ല വേറൊന്നും അല്ല, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇത്രയും വിശാലമായ കൃഷിയിടം, അതിലൊക്കെ ആവശ്യമായ വെള്ളം മണിക്കൂറുകളോളം ഇങ്ങനെ മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ കിണറ്റിലാണെങ്കിൽ തീരെ വെള്ളം കുറയുന്നുമില്ല. പമ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കിണറ്റിന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ. അങ്ങനെ തന്നെയല്ലേ, പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൾ വളരെ ബഹുമാനത്തോടെ, അങ്ങനെ ആണെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സഹായം ചെയ്തതിൻ്റെ പേരിൽ നമ്മളുടെ സമ്പത്ത് കുറയുമോ? നമ്മുടെ സമ്പത്ത് പിന്നെയും വരൂലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയതാണ്, വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരന് തൻ്റെ തെറ്റ് മനസ്സിലായി, കുറ്റം ബോധ്യപ്പെട്ടു, അവളുടെ കൈ പിടിച്ചു, മാപ്പ് ചോദിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വഴിവഴപ്പിക്കലിൽ കുടുങ്ങിപ്പോയതാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, ശരിയാണ്. നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്താൽ ആ നന്മയുടെ പേരിൽ ഒന്നും കുറയാനില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, നല്ല രസമുള്ള ഒരു ചരിത്രമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്ങാനും ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ തൻ്റേതായ വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ശരിയല്ലേ, ഇങ്ങനെ ശരിയല്ലേ, അങ്ങനല്ലേ, ഇത് ഇങ്ങനല്ലേ, അത് ഹദീസിലില്ലേ, അത് ആയത്തിലില്ലേ, അങ്ങനെയല്ലേ ഉസൂല് എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഉസൂലും ആയത്തും ഹദീസും ഒക്കെ ആടെ നിൽക്കട്ട്, ഞാൻ പറയും പോലെ നീ തൽക്കാലം കേട്ടാൽ മതി, ഇല്ലെങ്കിൽ കാടിച്ച് എൻ്റെ കാല് രണ്ടും ഞാൻ പൊട്ടിച്ചളയും എന്നാണ് ഭർത്താവ് പറയുക. അങ്ങനെയല്ലേ പറയുക? ഇവിടെ നമ്മൾ എന്താ വേണ്ടത്? മൗനം ദീക്ഷിക്കുക, തൽക്കാലം ഞാൻ അല്പം മണ്ടനാവുക, വിവരം കുറഞ്ഞ ആളാവുക, സഹിക്കുക, ഭർത്താവിൻ്റെ കീഴിൽ ഭാര്യ ഒതുങ്ങിക്കഴിഞ്ഞു കൂടുക. കുറച്ച് കഴിയുമ്പം അയാൾക്ക് തന്നെ കുറ്റബോധം വരും, അയാൾക്ക് തന്നെ ബോധ്യം വരും, ഇതൊക്കെ തിരുത്താൻ എളുപ്പമാവും. ഇവിടെയാണ് നമ്മൾ കുടുംബജീവിതത്തെ നല്ല നിലയിൽ സമീപിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പുറത്തുനിന്ന് ഭയങ്കര ടെൻഷനോടുകൂടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാം. അയാൾക്ക് തലയിൽ 10,000 ടെൻഷനാണ്. വീട്ടിൽ ഭാര്യയും മക്കളും അതിനെക്കാട്ടി വലിയ യുദ്ധസമാനമായ ടെൻഷൻ പൂർണ്ണമായ വീട് ഇങ്ങനെ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടി പിടി കുഴപ്പം കുലുമാല് വിശപ്പ് ഓട്ടം ചാട്ടം. ഇയാൾ ടെൻഷനോടുകൂടി പുറത്തുനിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ് കാണുന്നില്ല, വരുമ്പോഴും അയാളുടെ ചെവിയിൽ മൊബൈലുണ്ട്. അയാളിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പം ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ അരികിലിരുത്തിയിട്ട് കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് കാക്കേനെയും പക്ഷീനെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഭക്ഷണം വാരി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടുന്നു, കൈയും കാലും പിടിക്കുന്നു. അവിടെ ഒരു കുപ്പി ഗ്ലാസ്സിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ ഈ ടെൻഷനിൽ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് കയറി വന്നപ്പം അറിയാതെ ഒറ്റത്തട്ട് വെള്ളവും ഗ്ലാസ്സും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി. എന്താ ചെയ്യുക സാധാരണ ഭർത്താവ് മറ്റേ മോളെ മനുഷ്യൻ നടന്നു വരുന്ന ഈ റൂമിൻ്റെ നടുക്കളത്തിലാണോ നീ ഇങ്ങനെ ഗ്ലാസ് വെക്കുന്നത് എന്ന് ചോദിച്ചു. അവൾ ഒച്ച വെച്ചു. അയാളുടെ ടെൻഷൻ തീർത്തതാണ്. അയാൾ ചിലപ്പം ദേഷ്യപ്പെട്ടത് ഭാര്യയോട് തന്നെ ആയിരിക്കില്ല. ഉടനെ ഭാര്യയുടെ വാക്ക്, ഭാര്യ ആരാ അങ്ങനെ ഞാനങ്ങനെ മോശമൊന്നുമല്ലല്ലോ, അത്യാവശ്യം പൊന്നും പണ്ടവും പണവും എല്ലാം തന്നിട്ട് തന്നെയല്ലേ എന്നെയും കെട്ടിച്ചത്, അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ വന്നു. അവൾ പറഞ്ഞു, അങ്ങനെ കയറി വരുമ്പോഴേ വീട്ടിൻ്റെ നടുക്കളത്തിൽ ഗ്ലാസ് വെച്ചതല്ല കുഴപ്പം, മത്തങ്ങ പോലത്തെ 2 കണ്ണില്ലേ, ആ കണ്ണ് തുറന്ന് നോക്കണ്ടേ, നിങ്ങൾ നോക്കാത്ത നിങ്ങളുടെ കുറ്റമല്ലേ. മത്തങ്ങ പോലത്തെ കണ്ണ് നീ എന്നെക്കുറിച്ച് പറയാനോ? എൻ്റെ മോളെ മത്തങ്ങ
അയാൾ പിന്നെ മത്തം കണ്ട അളവിൽ അങ്ങോട്ട് അടി കൊടുക്കുക, ഇങ്ങോട്ട് ഇടി കിട്ടുക, അങ്ങോട്ട് അടിക്കുക, ഇങ്ങോട്ട് അടി കിട്ടുക, കട്ട അടിയായി. കുറച്ച് നേരത്തിന് ശേഷം രംഗം ശാന്തമായി. ഇയാളുടെ ഫോണൊക്കെ അവിടെ വെച്ച് ഡ്രസ്സൊക്കെ മാറി ആ ദേഷ്യം ഇങ്ങനെ എന്നല്ല അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് അങ്ങനെയല്ല ദേഷ്യമെല്ലാം തീർത്ത് ചിലപ്പോൾ മക്കൾക്ക് 2 തട്ട് കൊടുത്ത് അതിനുശേഷം ഇയാൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാഷ്റൂമിൽ പോയി കുളിക്കാൻ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുളിക്കുമ്പോൾ ശരീരം തണുക്കുമല്ലോ, മനസ്സ് തണുക്കുമല്ലോ. ശരീരമെല്ലാം തണുത്ത് മനസ്സെല്ലാം തണുത്തിട്ട് പുറത്തേക്ക് വന്ന് ഇങ്ങനെ തല തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ ചിന്തകളൊക്കെ മാറി. അതേ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യ മക്കളുടെ കാര്യത്തിലുള്ള ടെൻഷനൊക്കെ തീർന്ന് ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെല്ലാം ഓട്ടി ഉറക്കി അവളും പോയി ഫ്രഷായിട്ട് റൂമിലേക്ക് വന്നു. 2 പേരും ബെഡ്റൂമിൽ വന്ന് ഇങ്ങനെ കട്ടിലിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇങ്ങനെ ഇരിക്കും, അങ്ങോട്ടും. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഭർത്താവ് പറഞ്ഞു, ഏയ് സംഗതി ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാനായിരുന്നു നോക്കേണ്ടത്, കണ്ണ് തുറന്ന് നോക്കാതെ വന്ന് തട്ടിയിട്ട ഞാനാണ് കുറ്റക്കാരൻ. ഉടനെ ഓള് പറഞ്ഞു, വല്ലാഹി നിങ്ങൾ അങ്ങനെ പറയരുത്, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് കുറ്റക്കാരൻ, നിങ്ങൾ ഇത്രയും ടെൻഷനായിട്ട് വന്ന് തട്ടിയിട്ടപ്പം അത് അവിടുന്ന് മാറ്റേണ്ടത് എൻ്റെ ജോലിയായിരുന്നില്ലേ, അവിടെ വെക്കാതിരിക്കേണ്ടത് ഞാനായിരുന്നില്ലേ, ഞാനാ തെറ്റ് ചെയ്തത്, ഞാൻ അതിന് മാപ്പി വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പി ചോദിച്ചു. അൽഹംദുലില്ലാ സമാധാനമായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരാളൊന്ന് താന്നു കൊടുത്താൽ കുറച്ച് സമയം നമ്മൾ സാധാരണ ഈ ഉസ്താദന്മാർക്ക് ക്ലാസ് എടുക്കുമല്ലോ, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് രക്ഷിതാക്കൾ ക്ലാസ് എടുക്കും. ഞാൻ സാധാരണ ഇങ്ങനെ പറയുന്ന ഒരു ഉദാഹരണം, നമുക്കിപ്പം ഒരു വിദ്യാർത്ഥിയോട് ദേഷ്യം വന്നു, അല്ല നമുക്ക് വാപ്പ എന്ന നിലയിൽ മോനോട് ദേഷ്യം വന്നു. അവൻ ചെയ്തത് ഭയങ്കര കുരുത്തക്കേടാണ്. അവൻ്റെ കുരുത്തക്കേടിന് അവൻ്റെ കൈ കൊത്തിക്കളയണം, അവൻ്റെ കുരുത്തക്കേടിന് അവൻ്റെ നാവ് പുഴുത് കളയണം. ശരിയാ, എനിക്ക് അത്രയും ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ നമ്മളിങ്ങനെ കത്തിയാലെടുത്തു, വടിയെടുത്തു, വായെടുത്തു, ഓടി വന്നിട്ട് അവനെ പിടിച്ചു ടക്ക് എന്ന് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഒരു മുസ്ലിമായ പാരൻറ്റ്, ഒരു മുസ്ലിമായ ഉസ്താദ്, ഒരു മുസ്ലിമായ മനുഷ്യ ബാപ്പ എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം ഇന്ന് 2:20 പ്രസംഗം നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം 2:20 ഇപ്പോഴാണ് മോൻ കുരുത്തക്കേട് കാണിച്ചത്, കുസൃതി കാണിച്ചത്. ആ ദേഷ്യം എനിക്കിങ്ങനെ വികാരം വന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ വികാരത്തെ തൽക്കാലം ഇപ്പോൾ അവിടെ ഫ്രീസ് ചെയ്തിട്ട് 2:20 ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ അവൻ അടി കൊടുക്കാമെന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കാൻ ഈ ഇരിക്കുന്ന ആർക്ക് കഴിയും? 8 മണിക്ക് അടി കൊടുക്കും. ഇപ്പം അടി കൊടുക്കണ്ട. ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധി പ്രകാരം ഇപ്പം അടി കൊടുത്താൽ അതിന് നിനക്ക് ശിക്ഷ കിട്ടും. കാരണം അത് നിൻ്റെ വികാരം തീർക്കലാണ്, അല്ലാതെ മോനെ നന്നാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് നിൻ്റെ വികാരം തീർക്കലാണ്, നിൻ്റെ ദേഷ്യം തീർക്കലാണ്. അതിന് ഒരുപാട് വിശദീകരണം ഇസ്ലാമികമായിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പം നീ അവനെ അടിച്ചാൽ, ഇപ്പം നീ അവനോട് മോശമായി പെരുമാറിയാൽ അത് നിൻ്റെ ദേഷ്യവും കോപവും തീർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവനെ നന്നാക്കാൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് ഇപ്പം തൽക്കാലം അടിക്കരുത്. ഒരു 24 മണിക്കൂറിന് ശേഷം മോനെ പടാ, നാളെ കറക്റ്റ് 2:20 ഇവിടെ വരണം, ആ വടിയും എടുത്തുകൊണ്ട് വരണം, ഞാൻ നിനക്ക് അടി തരും എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പറയാൻ ശീലിക്കണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഭാര്യയോടും അങ്ങനെ തന്നെയാണ്, ഉടനടി പ്രതികരിക്കുന്നതിനും. അതുപോലെ ഭാര്യയ്ക്ക് ഇങ്ങോട്ട് പ്രതികരിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന ഭാര്യമാർ ഇന്ന് ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖീലും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ലത് പറയാൻ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, വ്യക്തിജീവിതത്തെക്കുറിച്ചിട്ട്, സാമൂഹിക ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ ഇസ്ലാമികമായ മാനത്തിൽ നമ്മൾ ആഴമേറിയ ഒരു പഠനം നടത്തണം. അത് വെറും വാക്കുകളുടെ പഠനമാകരുത്. പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരിശീലിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കണം. അതിനാണ് അള്ളാഹു നമ്മളെ നോമ്പ് പിടിപ്പിക്കുന്നത്. എപ്രകാരം ദാഹിക്കുമ്പോൾ, വെള്ളം കയ്യിലുള്ളപ്പോൾ, കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കാതിരിക്കുന്നു, അപ്രകാരം ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ, അടിക്കാൻ ആരോഗ്യമുള്ളപ്പോൾ കൈ പൊക്കുമ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കുക. അതിനാണ് നോമ്പ്. സൗം എന്ന് പറഞ്ഞാൽ ഇതും സൗമാണ്. അങ്ങനെ ആയാലേ സൗമ് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലഅല്ലക്കും തത്തഖൂൻ, ഇതൊക്കെ പഠിക്കാനാണ് നിങ്ങൾക്ക് നോമ്പിനെ നിയമമാക്കിയതെന്ന് അല്ലാഹു തആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ, നമ്മുടെ നോമ്പ് കബൂലാക്കുമാറാകട്ടെ, നമ്മുടെ ജീവിതം മുഴുവൻ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മളെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഈ കോലത്തിലൊക്കെ പോറ്റി പഠിപ്പിച്ച് വളർത്തിയ നമ്മുടെ ഉമ്മവാപ്പമാർക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളെ കൊണ്ട് അവർക്ക്, നമ്മുടെ കുടുംബത്തിന് അള്ളാഹു സന്തോഷം മാത്രം സമ്മാനിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ, മക്കളെ അള്ളാഹു നല്ലവരാക്കി വളർത്തി തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.